വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളി ചട്നിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഇഡ്ഡലിയുടെ കൂടെ നല്ലൊരു സൂപ്പർ കോംബോയാണ്. ഈ ഒരു ചട്നിയും ആ ഇഡ്ഡലിയുടെ പൂ പോലത്തെ ഇഡ്ഡലിയുടെ മേലെ ഇതൊന്ന് ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കണം. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വിവരിക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു തരണ്ടേ? അപ്പോൾ വാ. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയും 4 പച്ചമുളകും കുറച്ച് പുതിനയിലയും 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് സോഫ്റ്റായി ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ പച്ചമണം മറന്നു തരുമെന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതാണ് 1 കപ്പ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക, ഒരു 2 മിനിറ്റ്. ഇനി ഇത് തണുത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളിനി ചട്നിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചട്നി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി തക്കാളി ചട്നിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക എരിവും ചെറിയൊരു പുളിരസവും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി തക്കാളി ചട്നിയാണ് കേട്ടോ. ഇത് ഇഡ്ഡലിയുടെ കൂടെയായാലും ദോശയുടെ കൂടെയായാലും പെർഫെക്റ്റ് കോംബോയാണ് കേട്ടോ. ഇത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടാണ് നമ്മുടെ ചട്നി കിട്ടിയിട്ടുള്ളതെന്ന്. ഇത് ഈ പൂ പോലത്തെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി അതിൻ്റെ മേലെ ഈ ചട്നി ഒഴിച്ച് ഒന്നൊന്ന് കഴിച്ച് നോക്കണം. പിന്നെ നിങ്ങൾ ഈ ചട്നി തന്നെ ഉണ്ടാക്കുള്ളൂ, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിലൂടെ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.